SSLC പഠിക്കുന്ന കുറേ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സർ ഓണപരീക്ഷയിൽ ഫിസിക്സിൻ്റെയൊക്കെ മൂന്നാമത്തെ ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്യുമോ, അത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ, അതിൽ നിന്ന് ചോദ്യങ്ങൾ പരീക്ഷയിൽ വരുമോ? അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം, അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മക്കളെ, ഫസ്റ്റ് കാര്യം ക്ലാരിഫൈ ചെയ്യാം. ഈ ഒരു ചോദ്യത്തിന് ഒഫീഷ്യലായിട്ടുള്ളൊരു ഉത്തരം ഗവൺമെൻറ് തന്നിട്ടില്ല, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒഫീഷ്യലായിട്ട് ഇത് ഇങ്ങനെയാണ് എന്നുള്ള ഉത്തരം പറയാൻ സാധിക്കില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം, ഈ വർഷത്തെ സ്കീം ഓഫ് വർക്ക്, അതായത് ഓരോ സ്കൂളുകളിലും എത്ര ചാപ്റ്റേഴ്സ് ഓണപരീക്ഷയ്ക്ക് മുൻപ് അല്ലെ ഈ സമയത്തിനുള്ളിൽ തീർക്കണം എന്നുള്ള സംഗതി എന്താണ് ഗവൺമെൻറ് അല്ലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫിസിക്സിൻ്റെയൊക്കെ മൂന്നാമത്തെ ചാപ്റ്റർ അതിൽ ഇൻക്ലൂഡഡ് ആണ്. മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കണം, അറ്റ്ലീസ്റ്റ് മൂന്നാമത്തെ ചാപ്റ്ററിലെ ഒരു സ്പെസിഫിക് പോർഷൻ വരെയുണ്ട്, ആ പോർഷൻ വരെയെങ്കിലും പഠിക്കണം എന്നാണ് കൃത്യമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് ഓണപരീക്ഷയുടെ സിലബസ് എന്നല്ല, ആ സമയത്തിനുള്ളിൽ തീർക്കേണ്ട സംഗതിയാണിത്. പക്ഷേ അതേ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ വർഷത്തെ നമ്മൾ പേപ്പറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ അലൻ സാറിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷത്തെ ഓരോ ചാപ്റ്റർ വൈസ് ഓണപരീക്ഷയുടെ വെയിറ്റേജിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സിൻ്റെ ഒക്കെ മൂന്നാമത്തെ ചാപ്റ്ററിന് ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല, ആകെ 2 ചാപ്റ്ററിനെ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഓൺ വൺ സൈഡ് നമ്മുടെ സ്കീം ഓഫ് വർക്ക് പറയുന്നത് എന്താണ്? സ്കീം ഓഫ് വർക്ക് പറയുന്ന 3 ചാപ്റ്ററും പഠിക്കണം, 3 ചാപ്റ്ററും ടീച്ചേഴ്സ് പഠിച്ച് തീർക്കേണ്ടതാണ്. അപ്പോൾ അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഓണപരീക്ഷയിൽ 3 ചാപ്റ്റർ ചോദിക്കും, അറ്റ്ലീസ്റ്റ് മൂന്നാമത്തെ ചാപ്റ്ററിൽ പകുതി വരെയെങ്കിലും ചോദിക്കേണ്ടതാണ്. പക്ഷേ അതേസമയം നമ്മൾ കഴിഞ്ഞ വർഷത്തെ പരീക്ഷാ പാറ്റേൺ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് 2 ചാപ്റ്റർ ചോദിച്ചിട്ടുള്ളൂ, ഒരു ചോദ്യം പോലും മൂന്നാമത്തെ ചാപ്റ്ററിന് ചോദിച്ചില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? മക്കൾ, എന്ത് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ആക്ച്വലി തീർക്കേണ്ട സിലബസ് എന്താണ്? 3 ചാപ്റ്ററാണ്. അത് സ്കീം ഓഫ് വർക്ക് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ മൂന്നാമത്തെ ചാപ്റ്റർ അറ്റ്ലീസ്റ്റ് ഒരു പകുതി വരെ തീർത്താലേ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ബാക്കിയുള്ള 2 ചാപ്റ്റർ തീർക്കാൻ പറ്റുള്ളൂ. ആ ക്രിസ്മസ് എക്സാമിന് മോഡൽ എക്സാമിന് സമയത്ത് ബാക്കി ഒരു ചാപ്റ്ററും കൂടെ തീർത്ത് അവസാനം സിലബസ് തീർക്കാൻ പറ്റും. ഫിസിക്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബാക്കി എല്ലാ സബ്ജക്ട്സിനും ഇതേ ലെവലിലായിരിക്കും ഉണ്ടാവും. മാത്സിൽ ചാപ്റ്റർ കൂടുതലാണ് ആയതുകൊണ്ട് തന്നെ ചെറിയ ഡിഫറൻസ് വരും. പക്ഷേ ഈ ഒരു ലെവലിലാണ് നിങ്ങൾ പഠിച്ച് തീർന്നാലേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പബ്ലിക് എക്സാമിന് മുൻപ് നിങ്ങൾക്ക് റിവൈസ് ഒക്കെ ചെയ്യാൻ സമയം കിട്ടുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക് ലോജിക്. അപ്പോൾ ഐഡിയലി നിങ്ങൾ 3 ചാപ്റ്റർ പഠിച്ച് തീർക്കണം ഫിസിക്സിൻ്റെ, അതേപോലെ ബാക്കിയുള്ള സബ്ജക്റ്റിന് അതേപോലെ തന്നെ. അത് ഓണപരീക്ഷ ചോദിക്കൂ എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം ആവരുത് നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ പബ്ലിക് എക്സാമിന് വേണ്ടി കൂടിയാണ് പഠിക്കുന്നത്. അപ്പോൾ പബ്ലിക് എക്സാമിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും 3 ചാപ്റ്റർ പഠിച്ച് തീർക്കുകയാണ് ഐഡിയൽ. അറ്റ്ലീസ്റ്റ് മൂന്നാമത്തെ ചാപ്റ്റർ ഒരു പകുതിയെങ്കിലും തീർത്ത് 2.5 ചാപ്റ്റർ എങ്കിലും തീർക്കുക എന്നാണ് ഐഡിയൽ. സർ, ഐഡിയൽ കേസൊക്കെ കൊള്ളാം, പക്ഷേ ഓണപരീക്ഷയിൽ വരുമോ? നമ്മൾ ഓണപരീക്ഷയിൽ ഈ ചാപ്റ്റേഴ്സിന് ഈ മൂന്നാമത്തെ ചാപ്റ്ററിന് ചോദ്യം വരുമോ നമുക്ക് അറിയില്ല. അത് ഓണപരീക്ഷയ്ക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഗവൺമെൻറ്റിൽ നിന്നാണ് പേപ്പർ വരുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് നേരത്തെ അറിയാൻ പറ്റില്ല മൂന്നാമത്തെ ചാപ്റ്ററിന് ചോദ്യം വരുമോ ഇല്ലയോ എന്ന്. ഇന്നേ വരെ അത് പബ്ലിഷും ചെയ്തിട്ടില്ല, ഇതുവരെ പബ്ലിഷും ചെയ്തിട്ടില്ല. ഇനി അറ്റ്ലീസ്റ്റ് ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ അറിയിക്കുകയാണ്, അത് ഈ 2 ചാപ്റ്ററിനെ ചോദ്യമുള്ളൂ, മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഒബ്വിയസ്ലി നമുക്ക് പറയാം ആ 2 ചാപ്റ്ററിന് ചോദ്യം വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായൊരു ധാരണയില്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓണം എക്സാമിന് ഇത് വരുമോ വരില്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ കുറേ ചിന്തിക്കാതെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്ഥിതി ചിന്തിക്കുക. നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ എത്ര ചാപ്റ്റർ ഫിസിക്സിൽ പഠിച്ചു? അപ്പോൾ അതൊന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ബാക്കിയുള്ളവർ കമൻറ്റ് ചെയ്താൽ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരുടെയും സ്ഥിതി എന്താണെന്ന്. നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഫിസിക്സ്, തൽക്കാലം ഫിസിക്സിനെ പറ്റി മാത്രം സംസാരിക്കാം, ബാക്കിയുള്ള സബ്ജക്റ്റിന് ഇത് ആപ്ലിക്കബിൾ ആണ്. ഫിസിക്സിൽ എത്ര ചാപ്റ്റർ നിങ്ങൾ പഠിച്ച് തീർത്തിട്ടുണ്ട്? പഠിച്ച് തീർത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര 100% ഭീകരമായിട്ടൊന്നല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും പഠിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കോ, കമൻറ്റ് ബോക്സിൽ നോക്കുമ്പോൾ പറയാം. കുറേ പേരുടെ നമ്പർ 0 ആയിരിക്കും, കുറേ പേരുടെ 1 ആയിരിക്കും, കുറേ പേരുടെ 2 ആയിരിക്കും. വളരെ സ്പെഷ്യൽ കേസിൽ നമ്മുടെ ലക്ഷ്യ ബാച്ചിലൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഫസ്റ്റ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 3rd ചാപ്റ്റർ ഒരു തീർത്തിട്ടുണ്ടാവും. ഇതിലേതാണ് നിങ്ങൾ എവിടെയാണ് വീഴുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ 0 ചാപ്റ്ററിലാണ് വീഴുന്നതെങ്കിൽ നിങ്ങൾ ഈ ചോദ്യത്തിന് വേണ്ടി ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കും. എന്നിട്ട് സമയം കൂടി ഉണ്ടാകും 2ാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ട് ഈ 2 ചാപ്റ്ററിൻ്റെ മര്യാദയ്ക്ക് എഴുതും. 3ാമത്തെ ചാപ്റ്ററിന് ചോദ്യം വന്നാൽ വിടുക, അത്രേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ഈ 2 ചാപ്റ്റർ പഠിക്കാനാണ് കൂടുതൽ, നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും സമയമില്ല. നിങ്ങൾ 1 ചാപ്റ്റർ പഠിച്ചവരാണെങ്കിൽ ഇതുവരെ 1 ചാപ്റ്റർ തീർത്തുള്ളൂ, ഞാൻ ഒരെണ്ണം തീർത്തുള്ളൂ. നിങ്ങൾ ഉടനെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാതെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിർത്തുക, വീഡിയോ തീർത്തിട്ട് ലൈക്കൊക്കെ അടിച്ച് ഷെയറൊക്കെ അടിച്ച് പോവുക. എന്നിട്ട് ആ 1 ചാപ്റ്റർ കൂടി ബാക്കിയില്ലേ, മിനിമം അതെന്തായാലും വരും, അതെന്തായാലും നിങ്ങൾ പഠിക്കണം. സിമ്പിൾ ചാപ്റ്ററാണ് 2ാമത്തെ ചാപ്റ്റർ, അത് വേഗം പഠിച്ച് തീർക്കുക. എന്നിട്ട് സമയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു 1/2 ചാപ്റ്ററും കൂടി പകുതി പഠിക്കാം. കാരണം ചോദ്യം വരികയാണെന്നെങ്കിൽ അതിൻ്റെ പകുതിനെ ചോദ്യം വരുള്ളൂ, പകുതി വരെയുള്ള പോർഷൻസിനെ ചോദ്യം വരുള്ളൂ. അറ്റ്ലീസ്റ്റ് അതെങ്കിലും തീർക്കുക. അത് തീർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ആ ഒരു 2 ചാപ്റ്റർ പഠിച്ചിട്ട് വൃത്തിക്ക് പോ. നിങ്ങൾ 2 ചാപ്റ്ററും അത്യാവശ്യം പഠിച്ച് തീർത്തവരാണെങ്കിൽ നിങ്ങൾ ഈ 3ാമത്തെ ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിച്ച് തീർക്കാൻ ട്രൈ ചെയ്യുക. സാർ, അപ്പോൾ ചോദ്യം വന്നില്ലെങ്കിലോ?
ചോദ്യം വന്നില്ലെങ്കിൽ എടോ നിങ്ങൾ പഠിക്കുന്ന ഓണപരീക്ഷ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ? ഓക്കെ, നിങ്ങൾ സാറേ ഞാൻ ഇപ്പോൾ ഓണം പരീക്ഷയ്ക്കാണ് പിന്നെ പബ്ലിക്. മക്കളെ നിങ്ങൾ അറ്റ് ദി എൻഡ് നിങ്ങളുടെ ഗോൾ എന്താണ്? പബ്ലിക് എക്സാമിന് ഫുൾ A+ കിട്ടുക, അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് കിട്ടുക, അതല്ലേ നിങ്ങളുടെ എയിം. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു സഹായി മാത്രമാണ് ഓണപരീക്ഷ, അല്ലാണ്ട് അതിൽ വലിയ ഇംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ 2 ചാപ്റ്റർ പഠിച്ചവരാണ്, 3ാമത്തെ ചാപ്റ്റർ ഇപ്പോൾ തീർത്തേക്ക്. എപ്പോഴാണെങ്കിലും പഠിക്കണം, എപ്പോഴാണെങ്കിലും പഠിക്കണം. അതിപ്പോൾ തന്നെ തീർത്താൽ എന്ത് സമാധാനം ഉണ്ടാവും ഓണപരീക്ഷ കഴിയുമ്പോൾ. നിങ്ങൾ ഓൾറെഡി പഠിച്ചു, സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈസി ആയി വരും. ഓക്കെ, അപ്പോൾ 3ാമത്തെ ചാപ്റ്റർ 2 ചാപ്റ്റർ പഠിച്ചവർ 3ാമത്തെ ചാപ്റ്റർ പഠിച്ചു തീർക്കുക. ഓക്കെ, 3 ചാപ്റ്റർ പഠിച്ചവർ വെറുതെ കുത്തിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഉത്തരം. അപ്പോൾ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓണപരീക്ഷയിൽ എത്ര വരും, എത്ര ചോദ്യം വരും, എന്ത് വരും എന്നുള്ള കാര്യം നിങ്ങൾ കുറേ ചിന്തിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ സ്ഥിതിയെ പറ്റി ആലോചിക്കുക. ഒന്നും പഠിക്കാത്തവർ ഇത്രയും പഠിക്കുക, ഇത്രയും പഠിച്ചവർ ഇത്രയും പഠിക്കുക, ഇത്രയും പഠിച്ചവർ ഇത്രയും പഠിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വഴിയെ നമ്മൾ കാണും. അതിനെപ്പറ്റി ഓവർ നിങ്ങൾ കൺസേൺ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും പബ്ലിക് എക്സാമിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അല്ലാണ്ട് ഇതിനെപ്പറ്റി ഓവർ നിങ്ങൾ ചിന്തിച്ച് അത് എക്സാമിൽ പാറ്റേൺ എന്താണ് അതിനെപ്പറ്റി കുറേ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും വി ആർ റെഡി സർ എന്ന് പറയുക. ഓൾസോ ഇതൊക്കെ എങ്ങനെ പഠിക്കും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ മക്കളെ നിങ്ങൾക്ക് 2 വഴികളുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ SSLC ലക്ഷ്യ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തവരാണെങ്കിൽ അതിലെ റെക്കോർഡർ കണ്ടന്റ് ലേണിംഗ് വീഡിയോസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫുള്ള് പഠിക്കാം. പക്ഷേ നിങ്ങൾ ആലോചിക്കുകയാണ് സാർ ഞാൻ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇനി ഫുൾ റെക്കോർഡ് ക്ലാസ് ഒന്നും കാണാനുള്ള സമയം എനിക്കില്ല. അങ്ങനെയാണ് മക്കളെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു ബാക്ക്ലോഗ് സീരീസ്, ബാച്ചിലർ കുട്ടികൾക്ക് വേണ്ടി ഒരു പുതിയ ബാക്ക്ലോഗ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അടിപൊളിയായിട്ട് കുട്ടികളും ഓരോ ലൈവിലും 400-500 കുട്ടികൾ വന്നിട്ട് സൂപ്പറായിട്ട് പഠിക്കുന്നുണ്ട്. ഒന്നും പഠിക്കാത്തവരാണ് അവർ വീണ്ടും ഫസ്റ്റ് ചാപ്റ്റർ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പഠിക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ ഒന്നാമത് ലൈവായിരിക്കും, ഫസ്റ്റ് മുതൽ വീണ്ടും എടുത്തരും ഷോർട്ടായിട്ടായിരിക്കും എടുക്കുക. ഓരോ ചാപ്റ്ററും നമ്മൾ ഒരു മണിക്കൂറിൽ മാക്സിമം പോയ 1.25 മണിക്കൂർ കൊണ്ട് നമ്മൾ തീർക്കും. അതിൻ്റെ ചോദ്യങ്ങൾ ഒരു 1 അവറും കൂടി എടുത്ത് 2 സെഷനിൽ നമ്മൾ ഓരോ ചാപ്റ്റർ തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ പരീക്ഷയുടെ പെർസ്പെക്റ്റീവ് നിന്നുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവറും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് അവസരം നമ്മുടെ ബാക്ക്ലോഗ് സീരീസാണ്. അപ്പോൾ അതിൽ നിങ്ങൾ പങ്കെടുക്കുക. ബാക്ക്ലോഗ് സീരീസിന് വേണ്ടി എക്സ്ട്രാ ഫീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും ഫ്രീ ആണ്. ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കും ബാക്ക്ലോഗ് സീരീസ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ലക്ഷ്യ ബാച്ചിലെ എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡിങ് ബുക്സും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ ഫെസിലിറ്റി മാക്സിമം യൂസ് ചെയ്യുക. കുറേ കുട്ടികൾ അങ്ങനെ പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എനിവേ എവിടെ നിന്ന് പഠിച്ചാലും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത്രമാത്രം നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അതിന് നിങ്ങൾ റെഡിയാണ്, റെഡി എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം. അത്രേ പറയാനുള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ.